ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട മനുഷ്യന്മാരെ, മനുഷ്യന് ചെവിതറ കേൾക്കാൻ വയ്യ. സൂക്കേട് വന്ന് വയ്യാഞ്ഞി തളി തൊണ്ട. അപ്പൊ സൂക്കേട് വന്നെങ്കിലോ? ഇവിടെ വിത്തക്കാടി ഇങ്ങോട്ടോ. അതേതാ ഒരു പക്ഷി? പക്ഷിയല്ല മനുഷ്യനാ. തുടങ്ങിയിട്ട് കുറെ നാളായി. സ്ലിപ്പ്. ഓ എടാ ഗുഹരാജ, ഈ സ്ലിപ്പ് കൊണ്ടുവരാൻ ഇത്രയും താമസിച്ചത് എന്താണ്? ഇവരെ പിടിച്ചു നിർത്താൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ? ആ സ്ലിപ്പ് എഴുതുന്ന നേഴ്സിന് ഛർദില്. ഒരു സ്ലിപ്പ് എഴുതും, അടുത്ത ബാത്റൂമിലേക്ക് ഓടും ഛർദിക്കാൻ. എന്നിട്ട് വന്നിട്ട് വേണം അടുത്ത സ്ലിപ്പ് എഴുതാൻ. കാര്യം എന്താണെന്ന് അറിയാമോ? ഗർഭം. ഓ ഭഗവാനെ, അവര് സന്താന നിയന്ത്രണത്തിന്റെ ചീഫാണ്. അവരങ്ങനെ ആയാൽ ഈ സന്താനം എന്താവും? ചുമ്മാ ചലക്കാട് പേര് വായിക്കുമ്പോഴേ ഇരുന്നിരുന്ന് നാടു കാണിക്കുന്നു. എന്നാ താൻ അവിടെ കിടക്കും. അണ്ണാ ബെല്ല് ബെല്ല്. സിസ്റ്റർ ഛർദിച്ചിട്ട് വീണ്ടും വന്നു കാണും. എന്നാ നീയും കൂടി പോയി ഛർദിക്കേ. ഫ്രാൻസിസ് സേവിയർ. അല്ല, ഫ്രാൻസിസ് സേവിയർ. ചേടാ, ഈ പേര് ഈ ആസ്പത്രി തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണല്ലോ. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ചാവാ പറ്റിയില്ല, ഒന്ന് ക്ഷമിച്ചേടാ. എന്നാ താനിങ്ങോട്ട് വാ. തന്റെ ചുമ ഇന്ന് ഞാൻ നിർത്തിത്തരാം. ഇവിടെ കുട്ടി വേണ്ട, താനിങ്ങോട്ട് വാ. വാ. കാർത്തിയായനി 71 വയസ്സ്. ഭുവനേശ്വരി 17 വയസ്സ്. ഭുവനേശ്വരി ആരാ ഭുവനേശ്വരി? ഭുവനേശ്വരി ഞാൻ തന്നെ പോകുന്നത്. ഭുവനേശ്വരിയോ? അണ്ണാ ഭുവനേശ്വരിക്ക് 17 വയസ്സ്. പ്രഭാകരന്റെ പ്രകാശ പ്രചരിമ പ്രചരിക്കുന്ന പ്രാന്തപ്രദേശങ്ങളുടെ പ്രകാശം പമ്മി പമ്മി നടക്കുമ്പോൾ പ്രാവുകൾ പറക്കുകയായിരുന്നു. താൻ ആരാടൂ? ഞാൻ അഭിനയിക്കും, പാട്ടുപാടും, നൃത്തം ചെയ്യും, ചാടും, ഓടും. എന്നാലേ താൻ പറഞ്ഞാണ് ശരി. ഓടിക്കോ. തനിക്ക് പറ്റിയ സ്ഥലം ഇതല്ല, ഉളം പറയാണ്. പോ, സ്ഥലം കാലിയാക്ക്. തത്വമസി അഹം ബ്രഹ്മോസ്മി. ഓം തത് സത്. ഓം ശാന്തി ശാന്തി. ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ. സ്വാമി, ഇത് ആശ്രമമല്ല, ആശുപത്രിയാ. നമ്മുടെ ജ്ഞാനദൃഷ്ടിയ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ചീട്ട് എഴുതിച്ചോ? നമുക്ക് ചീട്ടിന്റെ ആവശ്യമില്ല വത്സ. ഡോക്ടർ ബാലകൃഷ്ണന് ദർശനം നൽകണം, അനുഗ്രഹിക്കണം, തിരികെ പോട്ടെ. അദ്ദേഹത്തെ ഇപ്പൊ കാണാൻ സാധ്യമല്ല, വരാൻ കുറച്ച് താമസിക്കും. എന്നാൽ ആസനം തരൂ, നാം ശാന്തിയോടെ ഇവിടെ കാത്തിരിക്കാം. അതെ, ആസനം, ഇരിപ്പിടം. ഓ, ഇരുന്നോ. നമസ്കാരം. ക്ഷമിക്കണം, വേണുവിന്റെ അമ്മാവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതിൽ ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? ഡ്യൂട്ടി സമയം കൂടി പ്രൈവറ്റ് പ്രാക്ടീസിൽ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ഇക്കാലത്ത് നിങ്ങളെപ്പോലെ ഒരു ഡാക്ടറെ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്. വേണുവിന്റെ അമ്മാവൻ എനിക്ക് വെറൊരു പേഷ്യന്റ് അല്ലല്ലോ. വീട്ടിൽ വന്നിട്ടൊന്ന് കാണുക പോലും ചെയ്യാതെ എല്ലാ രോഗികളെയും ഒരേപോലെ കാണുന്ന ഡാക്ടറാണ് യഥാർത്ഥ ഡാക്ടർ. എന്നാലും വേണ്ടപ്പെട്ടവർ വീട്ടിൽ വന്നാൽ സാമാന്യ മര്യാദ പോലും കാണിക്കാതെ വേണു ഇതറിഞ്ഞാൽ... അവനോ? അവൻ കുറെ ചിരിക്കും. ഞാൻ മോളുടെ തോളും താങ്ങി കീഴിൽ നിന്ന് രംഗം അഭിനയിച്ച് പൊട്ടിച്ചിരിക്കും. അവനൊരു ടൈപ്പ്. കോളേജ് വിട്ട ശേഷം വേണുവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പട്ടാളത്തിൽ ചേർന്ന് പോയ അവൻ 5 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായി നാട്ടി വരുന്നത്. അതും എന്റെ മകൻ മരിച്ചു. ദോഷം പറയുന്നല്ലോ. അതിൽ പിന്നെ അവധി കിട്ടുമ്പോഴൊക്കെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. പക്ഷേ ആണ്ടിൽ ഒരിക്കലല്ലേ അവധി കിട്ടും. എന്നിട്ട് എനിക്ക് അസുഖം വർദ്ധിച്ച വിവരം ഞാൻ അവന് എഴുതി. അപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ ആ കത്തവൻ എനിക്ക് അയച്ചത്. അടുത്ത അവധിക്ക് വരുമ്പോ എന്നെ കാണാതെ പോകരുതെന്ന് പറയാം. സത്യത്തിൽ നാട്ടിൽ ഇവിടെയുള്ള വിവരം ആരോ പറഞ്ഞ് ഈയിടയ്ക്കാണ് അവൻ അറിഞ്ഞത് എന്ന് എനിക്ക് എഴുതിയിരുന്നു. ഇനി വരുമ്പോ തീർച്ചയായും വന്ന് കാണാതിരിക്കില്ല. ഇത് എന്റെ മകൻ ശാന്തി. ഞാനിവിടെ നിന്നോളാം. ഇരിക്കും മോളെ, ഇരിക്കൂ. എനിക്കിനി ആകെ കൂടി ഇവൾ മാത്രമേ ഉള്ളൂ. BA പാസ്സായി ഇപ്പോൾ എന്റെ നേഴ്സായിട്ട് കഴിയുകയാണ്. സത്യം പറഞ്ഞ ഡാക്ടർ, ഇവളും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല വിഷവും വാങ്ങിച്ചു തിന്ന് ചത്തേന്. അത്രയ്ക്ക് അസഹ്യമാണ് മനുഷ്യവേദന. സാരമില്ല, നമുക്ക് വേണ്ടത് ചെയ്യാം. ഞാനൊന്ന് പരിശോധിച്ചു നോക്കട്ടെ.
ആ കട്ടിലോട്ട് കിടക്കും. നമ്മുടെ ആ പേവാർഡിന്റെ കാര്യം ഇനിയും ശരിയായിട്ടില്ലല്ലോ. യു സി ഐ ആം വെരി കൺജസ്റ്റഡ് ഹിയർ. എന്റെ കാര്യം സാരമില്ല. ഐ ഹാവ് റിക്വസ്റ്റഡ് അലമേൽ വാട്സോ. അലമേലിന്റെ കാര്യവും നോക്കണമല്ലോ. യു സി ഈ ആണുങ്ങളുടെ ഇടയിൽ പെണ്ണുങ്ങൾ എങ്ങനെ മിങ്കിൾ ചെയ്യാനാണ്? സ്വാമി, ഡോക്ടർ അദ്ദേഹം വരുമോ പറ. അല്ലാതെ ഈ കുട്ടമ്പിള്ള വിചാരിച്ചിട്ട് എന്തോന്ന് മിങ്കിൾ ചെയ്യാനാണ്? താൻ പിന്നെ തൂത്രി വാങ്ങിച്ചുകൊണ്ട് ഏറ്റതോ? கொஞ்சம் நை பேசாம இருங்க, உடம்பு அசைக்காதீங்க. குட்டமில்ல, நீங்க போங்க. இது വയസ്സ്. എന്തൊക്കെയുണ്ട് ബ്ലാസ്റ്റർ സാറേ? പൊറിക്കെട്ട് അഴിക്കാറായില്ലേ? കുറച്ചാളായല്ലോ റോക്കറ്റ് വിടാൻ വെച്ചിരിക്കുന്ന പോലെ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. കുട്ടമ്പിള്ള അങ്ങനെ എല്ലാം കളിയാ. ഞാൻ അനുഭവിക്കുന്ന പ്രാണവിനെ എനിക്കല്ലേ അറിയൂ. അത് കള്ളം. കുറച്ചൊക്കെ അമ്പുജാക്ഷിക്ക് അറിയാം അല്ലേ? അമ്പുജാക്ഷി അത് എനിക്കും അറിയാം അണ്ണാ. അതെങ്ങനെയാണ് സുന്ദര? ആട്ടെ, നിന്റെ മുടിഞ്ഞ കൊടിഞ്ഞിനും തല്ല എങ്ങനെ ഇരിക്കുന്നു? അയ്യോ, അതൊന്നും പറയണ്ട അണ്ണാ. അങ്ങനെ ഇരിക്കുമ്പോ അവനൊരു പിടിക്കും. മണ്ട പൊളർന്നു പോകും. അത് 113 വൃശ്ചികം. എന്തോന്ന്? വൈക്കം സത്യാഗ്രഹം. അന്നത്തെ ലാത്തി ചാർജിന്റെ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴും തല ധരിക്കും. ഓ, എത്ര എണ്ണത്തിന്റെ മണ്ടയാ പിളർന്നെന്നറിയാമോ? അല്ല, അപ്പൊ നേതാവ് അവിടെ ഉണ്ടായിരുന്നു? അന്ന് അവിടെ ഉണ്ടായിരുന്നു. നല്ല കാര്യം. തലയിലോട്ട്. അയ്യോ, എന്നിട്ട് തല അവിടെ തന്നെ ഉണ്ടല്ലോ. ആ തല അവിടെ തന്നെ ഉണ്ട്. എന്താ കാര്യം? ഞാൻ അടിയും പിടിയും കൊള്ളാതെ ഞാൻ ഓടി രക്ഷപ്പെട്ടില്ലേ 1938-ൽ. എനിക്ക് 19-ാം വാർഡിൽ 38-ാമത്തെ പേഷ്യന്റിനെ അത്യാവശ്യമായിട്ട് കാണും. നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ മരുന്ന് മാത്രം രോഗികൾ കൊടുത്താൽ പോരാ. നിങ്ങൾ ഈ നാടിന്റെ രാഷ്ട്രീയം കൂടെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. സാർ, ഞാനത് കുറെ പഠിച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പൊ ഞാൻ മരുന്ന് കുടിക്കുന്നത് സാർ. ഇനി എണീറ്റിരിക്കും. താങ്ക് യു ഡോക്ടർ. അത് കൊണ്ടുപോയി ലാബിൽ കൊടുക്കും. 1-2 ടെസ്റ്റുകൾ കൂടി നോക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യാം. ഡേ വാർഡ് കിട്ടുമ്പോ അങ്ങോട്ട് മാറും. ക്ഷമിക്കണം ഡോക്ടർ, സൗകര്യം വർദ്ധിക്കുമ്പോ മനുഷ്യർക്ക് ചില ദുസ്വഭാവങ്ങൾ ഉണ്ടാകുമല്ലോ. ജനറൽ വാർഡിൽ കഴിയുന്നത് ടെസ്റ്റ് എടുക്കാൻ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കും. പേ വാർഡ് കിട്ടിയിട്ട് ഞാൻ വരാം. അല്പ ദിവസം കൂടി വേദന സഹിച്ചാൽ മതിയല്ലോ. അത് പോരാ, പെപ്റ്റിക് അൾസർ ആണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി താമസിപ്പിച്ചുകൂടാ. ഇവൾ എന്നെ വിട്ടു വരികയില്ല. ഇവളെയും കൊണ്ട് ജനറൽ വാർഡിൽ ഞാൻ എങ്ങനെ കഴിയും ഡോക്ടർ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എത്ര പേര് കിടക്കുന്നു ജനറൽ വാർഡിൽ? അവർ ഭാഗ്യവാന്മാർ. എന്നെയും നിന്നെയും പോലെ വേണ്ടാത്ത സുഖ സൗകര്യങ്ങൾക്കൊന്നും അടിമപ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? വല്ല നല്ല ഹോട്ടലിലും താമസിക്കാം. ടെസ്റ്റിന് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അഡ്മിറ്റഡ് ആകണമെങ്കിൽ പേ വാർഡ് കിട്ടുമ്പോൾ ഉടൻ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്യും. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ താമസിക്കാം. ചേട്ടനും ഫാമിലിയും വരുമ്പോ താമസിക്കാൻ വേണ്ടി ഞാനൊരു ബെഡ്റൂം ഒഴിച്ചിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ഡോക്ടർക്ക് ബുദ്ധിമുട്ടല്ലേ? വേണുവിന്റെ അമ്മാവന് വേണ്ട സൗകര്യം ചെയ്യാ എന്റെ കടമയാണ്. കേട്ടോടി മോളെ, നീയും പറയുമായിരുന്നില്ലേ വേണു കൊള്ളരുതാത്തവരാണെന്ന്? ഇപ്പൊ കണ്ടോ, അവന്റെ കേറാഫിലാണ് ഇത്ര വിലയേറിയ സ്വീകരണം.